ഹായ് സുഹൃത്തുക്കളെ, നവസോദരയുടെ മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം. ഗോൾഡൻ ബെറിയുടെ വിത്ത് നമ്മൾ വാങ്ങി. ഇത് ഹരിത ബയോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിലുള്ളൊരു ഇതാണ്. ഇവരുടെ കയ്യിൽ കുറേ പച്ചക്കറി വിത്തുകൾ, F1 ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉണ്ട്. F1 ഹൈബ്രിഡ് വിത്തുകൾ എന്താണ് എന്നൊക്കെയും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷം എനിക്കൊരു നഷ്ടം പറ്റിയതാണ് നീളമുള്ള മുളക് മേടിച്ചിട്ട്. ഇത് ഹരിത ബയോ പാർക്ക്, കൊമ്പനാട് PO, പനമ്പുഴി, എറണാകുളം ജില്ല. കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നമ്പർ നോക്കിയിട്ടോ ആവശ്യക്കാർക്ക് വിളിക്കാം. ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ്. പക്ഷേ പല യൂട്യൂബർമാരും വഴിയും പല മലയാളികൾക്കും ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ലോക്കൽ ഞൊട്ടാഞ്ഞൊടിയനാണ് ഗോൾഡൻ ബെറി എന്നുള്ളത്. പക്ഷേ ഗോൾഡൻ ബെറി വേറെ, ഞൊട്ടാഞ്ഞൊടിയൻ വേറെ. അതായത് ഇപ്പോൾ രണ്ട് മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മാവ് എന്ന് തന്നെ വിളിക്കും. അതിൽ ചിലപ്പോൾ ഒരെണ്ണം ബെങ്ങനാപ്പള്ളിയോ അൽഫോൺസയോ എങ്ങാനും ആയിരിക്കും, അല്ലെങ്കിൽ നല്ല വിലയുള്ള വേറെ എന്തെങ്കിലും മാങ്ങയായിരിക്കും. അപ്പുറത്ത് നിൽക്കുന്നത് സാധാ തൊലി കയ്പ മാവോ മൂവാണ്ടൻ മാവോ ആയിരിക്കും. അപ്പോൾ രണ്ടും മാവ് തന്നെ, പക്ഷേ ഒരേ ഫാമിലിയിൽ പെട്ട രണ്ട് വ്യത്യസ്ത രുചിയുള്ള പഴങ്ങൾ തരുന്ന മാവ്. അതുപോലെ ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഫാമിലിയിൽ പെട്ട വേറൊരു വേരിയൻ്റാണ് ഈ ഗോൾഡൻ ബെറി. ഞൊട്ടാഞ്ഞൊടിയനെയും ഗോൾഡൻ ബെറി എന്ന് വിളിക്കാം, പക്ഷെ അത് നമുക്ക് കൃഷി ചെയ്ത് കഴിക്കുന്ന ഒരു നല്ല വിലയുള്ള സാധനമല്ല. അപ്പോൾ ഞാനിത് മേടിച്ചു. ഇത് മേടിച്ചിട്ട് അങ്ങനെ ഒരു പോസ്റ്റൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാക്കറ്റാണ്. കണ്ടില്ല, അവർ ഇതിൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഒരു കോയിൻ്റെ വലിപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 25 സീഡാണ് എന്നോട് പറഞ്ഞത്. ഇത് 35 സീഡ് എന്ന് പറയുന്നത് 140 രൂപയാണ്. ഇവർ മുന്നേ പൈസ അടക്കുകയാണെങ്കിൽ 165 രൂപയ്ക്ക് രജിസ്റ്റേർഡ് പോസ്റ്റും, അതല്ലെങ്കിൽ 25 രൂപ എക്സ്ട്രാ പോസ്റ്റലിന് വരണുള്ളൂ. പിന്നെ മറ്റ് രീതിയിൽ ചെയ്യണമെങ്കിൽ, അതായത് കാശ് അടച്ചിട്ട്, അതായത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി പരിപാടിയുണ്ട്. വരുന്ന സമയത്ത് പൈസ കൊടുത്താൽ മതി. അപ്പോൾ അതിന് 40 രൂപയാണ്. അപ്പോൾ 180 രൂപയാവും. അപ്പോൾ ഞാൻ ഈ ലാഭത്തിന് 165 രൂപയ്ക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വരുത്തി, മുന്നേ കാശിട്ടിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറക്കണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കടലാസ് ഉണ്ട്. ഈ കടലാസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ കടലാസ് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറുണ്ട്. ഈ കവറ് ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ വിത്തിൻ്റെ വലിപ്പം. ഇത് എത്ര സീഡ് ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഞാനിനി എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 2 3 4 5 6 7 1 2 3 4 5 4 7 4 28 ഒരു 28 കുഴികളുണ്ട്. ഈ വശങ്ങളിലും ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ 28 കുഴികളിലും ഒന്നിടവിട്ട കുഴികളിലായിട്ട് ഞാനിത് പാവാൻ പോവാം. അപ്പോൾ ഇതിൽ വലിപ്പം ഒരു 20 ദിവസം വേണം അത്രയും മുളയ്ക്കാൻ. അപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് മാറ്റി നടുന്നത് നല്ലതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ കുറേ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ചകിരിച്ചോറിൽ നടുകയാണെങ്കിൽ വെള്ളം കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ മണ്ണിൽ നടുക, വളം ചേർത്ത മണ്ണിൽ നടരുത്. പിന്നെ ആവശ്യത്തിന് മാത്രം നനയ്ക്കുക. പിന്നെന്താ, അതിൻ്റെ അവരയച്ചു തന്ന ടെക്സ്റ്റ് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് മുഴുവനായിട്ട് നടരുത്. എന്തെങ്കിലും നട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ചെടിയും ഒരേ ബാച്ചിൽ ഒരുമിച്ച് പോരുതല്ലോ. അതുകൊണ്ട് കുറച്ച് മാത്രം നടാൻ പറഞ്ഞു. ഇത് 35 സീഡ് ഉണ്ടെന്നാണ് അവർ പറയണത്. 35 സീഡ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന 28 കുഴികളൊരു 10-14 കുഴികളിലെ ഞാനിപ്പോൾ നടണുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് നടാം. നേരിട്ട് ഒരിക്കലും മണ്ണിൽ നടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, നേരിട്ട് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ചെറിയ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിത്തെന്ന് പറയുന്നത്. അപ്പോൾ അത് നേരിട്ട് മണ്ണിൽ നട്ടാൽ പോവും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഓരോ കുഴിയിൽ നടാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതിലിപ്പോൾ 3 വീണു. ഇനി അതെടുത്തിട്ട് വേറെ വേറെ കുഴികളിൽ നടണം. ഇവിടെ ഒരെണ്ണം വീണു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും നൈസ് സാധനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ അതെ, ഈ ഒരു വിത്തില്ലേ, ഈ ഒരു വിത്ത് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത് വിത്താണോ എന്നറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതെ, അത് വിത്താണോ എന്നറിയില്ല. പിന്നെ ഇവിടെ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതിൽ 2 വിത്ത് കിടക്കുന്നുണ്ട്. 2 വിത്തിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്ത് ഇതിലുണ്ട്. അതെ, ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതെന്നിട്ടത്
ഞൊട്ടാഞ്ഞൊടീൻ്റെ പോലെ വേറൊരു ഇത് തേക്കിൻ്റെ ആട്ടാ. ഞാൻ മണ്ണെടുത്തപ്പോൾ അതിൽ നിന്ന് വെട്ടതാണ്. അപ്പോൾ അതിൽ വീണിട്ടുണ്ട്. മണ്ണധികം ആവാനും പാടില്ല. മുകളിൽ ചെറിയ വിത്തായതുകൊണ്ട് വിത്താഴം ചെന്നാൽ അത്താഴം മുടങ്ങുമെന്നും പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇതിൽ ഒരുപാട് ആഴത്തിൽ വിത്ത് ചെന്ന് കഴിഞ്ഞാൽ മുളയ്ക്കില്ല. അപ്പോൾ തൽക്കാലം ഞാനിത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാനിത് മൊത്തം നടട്ടെ. മൊത്തമല്ല, പകുതി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മുളച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു അപ്ഡേറ്റ് തരാം. ഓക്കെ.